ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ജുവാൻസ് റെയിൻബോ കേക്ക് റെഡി ആക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രോബെറിയുടെ ലെയറാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്ട്രോബെറി, നല്ല പഴുത്ത സ്ട്രോബെറി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് അരിച്ച് ചേർക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നമുക്കിത് സ്പാറ്റുല വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ. ഇനി നമുക്ക് ഇതൊരു കേക്ക് ടീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് നല്ലപോലെ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന കടായി ഇവിടെ ഫ്ലെയിമിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു മീഡിയം ഫ്ലെയിമിൽ. ഇതിലേക്ക് നമ്മുടെ കേക്ക് ടീന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് 25 മുതൽ 30 മിനിറ്റിൽ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറായ സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്ത കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കാം. വീണ്ടും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം സ്പാറ്റുല വെച്ച് പതിയെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പിസ്ത ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിസ്ത കൂടി ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് പിസ്ത ഫ്ലേവറിലുള്ള ഗ്രീൻ കളർ കൂടി ചേർത്ത് കൊടുക്കുന്നതിന് നമുക്ക് വീണ്ടും ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നേരെ കേക്ക് ടീനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കേക്ക് റെഡിയാക്കിയ സെയിം കേക്ക് ടീനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് ഓയിൽ കൂടി ഗ്രീസ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിരുന്നു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ. ഇതിലേക്ക് നമ്മുടെ കേക്ക് ടീന് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് 25 മുതൽ 30 മിനിറ്റ് വരെ വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ കേക്ക്, പിസ്ത ഫ്ലേവറിലുള്ള കേക്ക് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ കൂടി ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തേർഡ് ലെയർ ഓറഞ്ച് ഫ്ലേവറിലുള്ള കേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 2 ഓറഞ്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പിഴിഞ്ഞതിൻ്റെ ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇങ്ങനെ ബീറ്റ് ചെയ്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരിച്ച് ചേർക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു സ്പാറ്റുല വെച്ച് നല്ലപോലെ ഇത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ സെസ്റ്റ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മൾ എടുത്ത ഓറഞ്ചിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതാണ്. ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് ജ്യൂസ് മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കേക്ക് റെഡിയാക്കിയ ടിൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും ബട്ടർ പേപ്പർ വെച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്ററി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൂടി കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടായിലേക്ക് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഏകദേശം 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 3rd ലെയർ ആയിട്ടുള്ള ഓറഞ്ച് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം മധുരം ഉള്ളതായതുകൊണ്ട് തന്നെ ഞാനിവിടെ മധുരം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യമെങ്കിൽ പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലോ സ്പീഡ് ടു ഹൈ സ്പീഡിലിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ സെറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ടുള്ള സ്ട്രോബെറി കേക്ക് ഞാനിവിടെ ഫസ്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര പാനി വെച്ച് നല്ലപോലെ ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ പിസ്ത ഫ്ലേവറിലുള്ള കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ചെറിയൊരു തിന്നായിട്ടുള്ള ലെയർ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് പഞ്ചസാര പാനി കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മീതെ നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം എല്ലാ വശത്തും ആവുന്ന രീതിയിൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഓറഞ്ച് ലെയർ കേക്ക് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വീണ്ടും പഞ്ചസാര പാനി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേന്. ഞാൻ ജസ്റ്റ് സ്പാറ്റുല വെച്ച് തന്നെയാണ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 സൈഡും ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിൻ്റെ മീതെ ചോക്ലേറ്റ് ഇതേപോലെ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് 1 പീസ് ഓറഞ്ച് സ്ലൈസും 2 സ്ട്രോബെറി പീസും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യമ്മി ആയിട്ടുള്ള ജുവാൻസ് റെയിൻബോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ജുവാൻസ് റെയിൻബോ കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.